കുട്ടി വ്യൂവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഇന്ന് ഞാനൊരു കുട്ടി ടേപ്പിന്റെ വീഡിയോ ആണ്. ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മെഷറിംഗ് ടേപ്പ് ആണ്. ഇതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതെനിക്ക് വളരെ എമർജൻസി ആയിട്ട് വാങ്ങിക്കണം എന്ന് തോന്നിയ ഒരു ടേപ്പാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളുടെ ഡ്രസ്സുകൾ വാങ്ങിക്കുമ്പോൾ അല്ല അതിന്റെ മെഷർമെന്റ് തെറ്റായപ്പോൾ എനിക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വാങ്ങിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ മോള് പൊക്കമുണ്ട്, പക്ഷെ തടിയില്ല. 2 വയസ്സ് 2.5 വയസ്സ് ആകാനായി. അപ്പോ അതാണ് പ്രശ്നം. അപ്പൊ ഞാൻ ഒരു ടേപ്പ് വെച്ചിട്ട് അളന്നിട്ടാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സൈസ് നോക്കി വാങ്ങിക്കാലോ എന്ന് വെച്ചിട്ട് ഞാനൊരു ടേപ്പ് വാങ്ങിച്ചതാണ്. ഇത് ഇവിടുത്തെ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് പ്രൈസ് വരുന്നത് 20 രൂപയാണ്. മെറ്റീരിയൽ PVC പ്ലസ് ഫൈബർ ഗ്ലാസ് എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. എടുത്ത് 13 mm ആണ്, അതായത് 150 സെന്റിമീറ്റർ ആണ് ഒരു പീസാണ്. 2024 പാക്ക് ചെയ്ത MRP വന്നിട്ട് 20 രൂപയാണ്. അപ്പോ സാധാരണ ഒരു ടേപ്പ് അത്രേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഇതൊരു തുറക്കുന്നതിനെക്കാട്ട് മുന്നേ ജസ്റ്റ് ഒരു കുട്ടി അൺബോക്സിങ് വീഡിയോ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. കുട്ടി ടേപ്പാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അയ്യോ, താക്കാനും പറ്റുന്നില്ലേ. അപ്പൊ കത്രികയൊന്നും എടുത്തിട്ടില്ല. അപ്പൊ നഖം കൊണ്ട് കുത്തി കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് തുറക്കുന്നത്. ഇത് കിട്ടിയ സമയത്ത് തന്നെ ഞാൻ വേഗം ഷൂട്ട് ചെയ്യാണ്. എനിക്ക് ചില സാധനങ്ങൾ കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മുന്നത്തെ വീഡിയോകൾ കാണുന്നവർക്കാണെങ്കിൽ അറിയാം, എനിക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെച്ചോണ്ടിരിക്കാനുള്ള ക്ഷമയില്ല. എന്ത് സാധനം എനിക്ക് അപ്പം തന്നെ അൺബോക്സിങ് ചെയ്യണം, എനിക്ക് അപ്പം തന്നെ അത് ഷൂട്ട് ചെയ്യും വേണം. അപ്പോൾ ഞാൻ ക്യാമറ എടുക്കാനോ സെറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കാറില്ല. ഞാൻ ഉടൻ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ മെയിനായ ധർമ്മം. ഓക്കെ, ഇവൻ പുറത്ത് വരുന്നേ ഇല്ല. ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഫൈനലി ഐ ഗോട്ട് യു. അപ്പോൾ ഇതാണ് ഈ ഒരു ടേപ്പ് എന്ന് പറയുന്നത്. നല്ല അടിപൊളി ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു ടേപ്പ് വന്നിരിക്കുന്നത്. ജ്യോതി ടേപ്പ് മെഷേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഓക്കെ, സോ ഇതാണ് ടേപ്പ്. നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല സാധാരണ ഇത് എന്ത് മെറ്റീരിയലാന്നാ പറഞ്ഞേ? PVC പ്ലസ് ഫൈബർ ഗ്ലാസ് മെറ്റീരിയൽ ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. കേടൊന്നും വരില്ല കേട്ടോ. നല്ല ഫ്ലെക്സിബിൾ ആണ്. ഒടിയും മടങ്ങും ഒന്നും ചെയ്യില്ല. വീതി കുറവാണെന്നേ ഉള്ളൂ, പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള മെഷറിംഗ് ടേപ്പ് ആണ്. ഇതില് ഇഞ്ചും സെന്റിമീറ്ററും ആണ് ഉള്ളത് അല്ലേ? ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, ഈ സൈഡ് സെന്റിമീറ്റർ നമുക്ക് അളക്കാൻ പറ്റും, ഈ സൈഡ് നമുക്ക് ഇഞ്ചിൽ അളക്കാൻ പറ്റും. അതായത് ഇങ്ങനെ വെച്ച് നമ്മൾ അളക്കുകയാണെങ്കിൽ ഈ സൈഡ് കൊണ്ട് നമുക്ക് ഇത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് ഇങ്ങനെ അളക്കാൻ പറ്റും. ഇത് 4.5 ഇഞ്ചോളം ഉണ്ട് ഈ ഒരു മെഷർമെന്റ്. പിന്നെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 10 സെന്റിമീറ്ററിന്റെ അടുത്താണ്. 10 സെന്റിമീറ്റർ മേലെയുണ്ട്. 11 സെന്റിമീറ്ററോളമാണ് ഈ ഒരു സംഭവം. ഞാൻ ചുമ്മാ മെഷർ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ടേപ്പ്. ഇത് 150 സെന്റിമീറ്ററിന്റെ ടേപ്പാണ്. നല്ല അടിപൊളി ടേപ്പാണ് കേട്ടോ. മെറ്റീരിയൽ ഈസ് റിയലി ഗുഡ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഇവിടുന്ന് ലോക്കൽ ആയിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് സൈറ്റുകളിലെല്ലാം അവൈലബിൾ ആണ്. അപ്പം മീഷോയിലെല്ലാം അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ നോക്കിയിട്ട് ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇത് ഈ മെറ്റീരിയൽ നോക്കി വാങ്ങിച്ചോട്ടോ. ഇത് PVC പ്ലസ് എന്തുവായിരുന്നു ഫൈബർ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ കിട്ടുവാണെങ്കിൽ ഞാൻ നോക്കി വാങ്ങിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോ ഇതേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വീഡിയോ. വേറെ ഒന്നും കാണിക്കാനില്ല. ഞാൻ ഇതൊന്ന് അൺബോക്സിങ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.